നമസ്കാരം സുഹൃത്തുക്കളെ, പുതിയ എസ് പഴയ എസ് ചേർത്തിട്ടുള്ള ഇന്ത്യൻ ജോഗ്രഫിയുടെ 7ാമത്തെ ക്ലാസ്സിലേക്ക് ഹാർദമായ സ്വാഗതം. കേരള ഹിസ്റ്ററി പുതിയ എസ് പഴയ എസ് എന്ത് ചെയ്തിട്ടുണ്ട്, കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മുടെ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ക്ലാസ്സുകൾ നിങ്ങൾക്ക് വരുന്ന എക്സാമുകൾ, നമുക്കിപ്പോൾ അടുത്ത പ്രിലിംസ് ആണ് വരുന്നത് അല്ലേ. 100% നിങ്ങൾക്ക് അതിൽ കണ്ടു കഴിഞ്ഞാൽ തന്നെ എന്ത് ചെയ്യാം, 100% നിങ്ങൾക്ക് വിജയിച്ചു വരാം. ഒരുപാട് ടോപ്പിക്കുകൾ നമ്മുടെ ചാനലിൽ ക്ലാസ്സുകൾ കിടക്കേണ്ട, പ്രയോജനപ്പെടുത്തുക കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയ എസ് പഴയ എസ് ഇന്ത്യൻ ജോഗ്രഫിയിൽ വരുന്ന ലെസൺസ് എന്താ ഇവിടെ കാണുന്ന ഈ 10 ലെസൺസ് ആണ് ഉള്ളത്. നമ്മൾ അതിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡം എടുത്തു കഴിഞ്ഞു, ലോകത്തിന്റെ നെറുകയിൽ എടുത്തു കഴിഞ്ഞു. വിശാല സമതല ഭൂവിന്റെ ഇന്നത്തോടെ എന്ത് ചെയ്യും, കംപ്ലീറ്റ് ആവും. ഇന്നത്തെ ക്ലാസ്സോട് കൂടിയിട്ട് വിശാല സമതല ഭൂവിൽ ക്ലാസ് കംപ്ലീറ്റ് ആവും കേട്ടോ. ഇനി നാളെ നമുക്ക് ഭൗമചരിത്രം, മൃഗ പീഠഭൂമി, മണലായിരുന്നു, ഇതൊക്കെ പഴയ എസ് ഇതൊക്കെ നമുക്ക് 1-2 ക്ലാസ്സുകൾ കൊണ്ട് തന്നെ എന്ത് ചെയ്യാം, 2 ക്ലാസ് കൊണ്ട് തന്നെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് ഈ ആഴ്ച തന്നെ എന്ത് ചെയ്യണം, ഇന്ത്യൻ ജോഗ്രഫി കംപ്ലീറ്റ് ചെയ്യണം. ഇന്ത്യൻ ജോഗ്രഫി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എന്ത് ചെയ്യാം, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് കിടക്കാം കേട്ടോ. അപ്പൊ കേരള ഹിസ്റ്ററി കംപ്ലീറ്റ് ആകും, ഇന്ത്യൻ ജോഗ്രഫി കംപ്ലീറ്റ് ആകും, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ അരിച്ചു പെറുക്കി കയ്യിൽ തരുന്നുണ്ട്. നിങ്ങൾ പഠിച്ചാൽ മാത്രം മതി കേട്ടോ. അപ്പൊ എന്നും പറയുന്ന പോലെ തന്നെ ചാനൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. വലത് കാണുന്ന ആ ബെൽ ബട്ടൺ കൂടിയിട്ട് കൂട്ടുകാരെ ഇനേബിൾ ചെയ്തിട്ട് പോകാനായിട്ട് ശ്രമിക്കണം. എങ്കിലേ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക കേട്ടോ. അതേപോലെ താഴെ ഒന്ന് കമന്റ് ചെയ്തിട്ട് പോകാനായിട്ട് താല്പര്യം കാണിക്കുക, ലൈക്ക് ചെയ്യുക, പരമാവധി കൂട്ടുകാർക്ക് ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യട്ടെ. നിങ്ങൾ ഇത് മാത്രം എനിക്ക് ചെയ്താൽ മതി. ഞാൻ എന്ത് ചെയ്യാം, പരമാവധി നിങ്ങൾക്ക് എന്താ പറയാ, ഓരോ വരിയും വായിച്ചിട്ടാണ് നിങ്ങൾക്ക് ക്ലാസ്സുകൾ എടുത്തിരുന്നത് കേട്ടോ. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. നമുക്ക് ഇപ്പൊ വിശാല സമതല ഭൂവിൽ പറയുമ്പോൾ അതിൽ വരുന്ന ടോപ്പിക് ഏതാണ്, ഉത്തര മഹാസമതലമാണ് അല്ലെ. ഉത്തര മഹാസമതലം. അപ്പൊ അതിന് 3 ക്ലാസ്സുകൾ നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ട്. കാരണം വലിയൊരു SCERT ലെസൺ ആണ് ഈ വിശാല സമതല ഭൂവിൽ എന്ന് പറയുന്ന ലെസൺ. അപ്പൊ ഇന്ന് ഒറ്റ ഇരിപ്പിൽ ഇരുന്നിട്ട്, കാരണം ഞാൻ ഇത് ഓൾറെഡി ക്ലാസ് എടുത്തു തന്നിട്ടുണ്ട്, പക്ഷേ വീണ്ടും നമുക്ക് എന്ത് ചെയ്യണം, എളുപ്പത്തിൽ നമ്മൾ പഠിക്കാവുന്ന രീതിയിൽ ആക്കിയിട്ട് നിങ്ങൾക്ക് മാറ്റി തന്നിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ക്ലാസ്സിലേക്ക് കടക്കാം. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലം എങ്ങനെയാണ്, ഉത്തര മഹാസമതലത്തില് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലവും വടക്ക് കിഴക്കൻ മൺസൂൺ കാലവും ഒക്കെ അതിനെ കുറിച്ചിട്ട് നമുക്ക് നോക്കാം. മാർച്ച് മാസത്തിലാണ് ഉത്തര മഹാസമതലത്തിൽ എന്ത് ചെയ്യുന്നത്, താപനില ഉയരുന്നത്. നമുക്കറിയാം മാർച്ച് ടു ജൂൺ വരെ എന്ത് ചെയ്യുന്നുണ്ട്, ധാരാളം ചൂട് അനുഭവപ്പെടുന്ന മാസങ്ങളാണ് അല്ലെ. ന്യൂനമർദ്ദ മേഖലയാണ് കാറ്റുകളെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക് എന്ത് ചെയ്യുന്നത്, ആകർഷിക്കുന്നത്. അപ്പൊ ഒരു കാറ്റ് എന്ന് പറയുന്ന സമയത്ത് ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും എങ്ങനെയായിരിക്കും, ന്യൂനമർദ്ദ മേഖലയിലായിരിക്കും എന്ത് ചെയ്യുക, കാറ്റ് വീശുക. ന്യൂനമർദ്ദ മേഖലയിൽ നിന്നും ഉച്ചമർദ്ദ മേഖലയിലേക്ക്, താഴ്ന്ന സ്ഥലങ്ങളിൽ നിന്ന് മേലേക്ക് കാറ്റ് വീശോ, ഇല്ല, മേലിൽ നിന്നും താഴേക്കാണ് വീശുക അല്ലെ. അപ്പൊ ന്യൂനമർദ്ദ മേഖലയാണ് കാറ്റുകളെ എന്ത് ചെയ്യുന്നത്, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക് ആകർഷിക്കുന്നത് അല്ലെ. എവിടെ നിന്നും, ഉച്ചമർദ്ദ മേഖലകളിൽ നിന്നും. അങ്ങനെ ഈ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലം 2 ശാഖകളായിട്ടാണ് എന്ത് ചെയ്യുന്നത്, പ്രവേശിക്കുന്നത്. എവിടെ, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തില് 2 ശാഖകളായിട്ടാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ എന്ത് ചെയ്യുന്നത്, പ്രവേശിക്കുന്നത് അല്ലെ. അപ്പോ അതിൽ നോക്കൂ, സുന്ദരവനം ഡെൽറ്റ പ്രദേശത്തിലൂടെ കരയിലേക്ക്, സുന്ദരവനം ഡെൽറ്റ എന്ന് പറയുന്നത് എവിടെയാണ്, പശ്ചിമ ബംഗാളിലാണ് അല്ലെ. സുന്ദരവനം ഡെൽറ്റ പ്രദേശത്തിലൂടെ കരയിലേക്ക് പ്രവേശിക്കുന്ന ബംഗാൾ ഉൾക്കടൽ ശാഖ എത്ര ഉപശാഖകളായിട്ട് പിരിയുന്നുണ്ട്, 2 ഉപശാഖകളായിട്ട് പിരിയുന്നുണ്ട്. സുന്ദരവനം ഡെൽറ്റ പ്രദേശത്തിലൂടെ കരയിലേക്ക് പ്രവേശിക്കുന്ന ബംഗാൾ ഉൾക്കടൽ ശാഖ 2 ഉപശാഖകളായിട്ട് പിരിയുന്നു. അതിൽ ഒന്ന്, കിഴക്ക് ദിശയില് ബ്രഹ്മപുത്ര സമതലത്തിൽ പ്രവേശിച്ച് വൻതോതിൽ മഴ നൽകും. 2 ഉപശാഖകളിൽ ഒന്ന് എങ്ങനെയാണ്, ബ്രഹ്മപുത്ര സമതലം പറയുമ്പോൾ തന്നെ കിഴക്ക് ഭാഗത്താണ്, അസമിലാണ് ബ്രഹ്മപുത്ര സമതലം കിടക്കുന്നത് അല്ലെ. അപ്പൊ ഒരു കിഴക്കൻ സംസ്ഥാനമാണ് അല്ലെ അസം എന്ന് പറയുന്നത്. കിഴക്ക് ദിശയില് ബ്രഹ്മപുത്ര സമതലത്തിൽ പ്രവേശിച്ചിട്ട് വൻതോതിൽ മഴ നൽകുന്നു. ഇനി വേറൊരു ശാഖയോ, പടിഞ്ഞാറ് ദിശയില് ഗംഗാ സമതലത്തിലേക്ക് പ്രവേശിച്ചിട്ട് പശ്ചിമ ബംഗാളിലും ഉത്തർപ്രദേശിലും ബീഹാറിലും ഡൽഹിയിലും മഴ നൽകുന്നു. മനസ്സിലായോ, 2 ഉപശാഖകള്. ബംഗാൾ ഉൾക്കടൽ ശാഖ 2 ഉപശാഖകളായിട്ട് പിരിയും. അതെങ്ങനെയാണ്, കിഴക്ക് ദിശയില് ബ്രഹ്മപുത്ര സമതലത്തിൽ പ്രവേശിച്ചിട്ട് അവിടെ മഴ കൊടുക്കും. പിന്നെ പടിഞ്ഞാറ് ദിശയിൽ ഗംഗാ സമതലത്തിൽ പ്രവേശിച്ചിട്ട് പശ്ചിമ ബംഗാളിലും ഉത്തർപ്രദേശിലും ബീഹാറിലും ഡൽഹിയിലും മഴ നൽകുന്നു. ഇത് എന്ത് ചെയ്യാണ്, പിന്നീട് ഈ ഉപശാഖകള് അരാവലി പർവ്വതനിരയ്ക്ക് സമാന്തരമായിട്ട് നീങ്ങുന്ന അറബിക്കടൽ ശാഖയുമായി പഞ്ചാബ് സമതലത്തിൽ വെച്ച് കൂടിച്ചേരുകയും പടിഞ്ഞാറ് ഹിമാലയത്തിന്റെ അടിവാരം മേഖലയിൽ മഴ എത്തിക്കുകയും ചെയ്യുന്നു. അങ്ങനെയാണ് ജൂൺ സെപ്റ്റംബർ മാസത്തിൽ എന്ത് ചെയ്യുന്നത്, തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലം അനുഭവപ്പെടുന്നത്. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലം എന്ന് പറയുമ്പോൾ ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് നമുക്കറിയാം അല്ലെ. ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ നമുക്ക് അനുഭവപ്പെടുന്നത്. അപ്പോ
അങ്ങനെ ഈ ഉപശാഖകള് ഈ കിഴക്കൻ സമതലത്തിലും പടിഞ്ഞാറ് ദിശയിലൊക്കെ മഴ പെയ്യിച്ചിട്ട് അരാവലി പർവ്വതനിരയ്ക്ക് സമാന്തരമായി നീങ്ങുന്ന ഏത് ശാഖയാണ് തെക്ക് പടിഞ്ഞാറ് മൺസൂൺ പറയുമ്പോൾ അറബിക്കടൽ ശാഖയുമായിട്ട് പഞ്ചാബ് സമതലത്തിൽ വെച്ച് കൂടിച്ചേരുകയും പടിഞ്ഞാറൻ ഹിമാലയത്തിന്റെ അടിവാര മേഖലയില് മഴ എത്തിക്കുകയും ചെയ്യുന്നു. അങ്ങനെയാണ് തെക്ക് പടിഞ്ഞാറ് മൺസൂൺ കാലം അനുഭവപ്പെടുന്നത്. തെക്ക് പടിഞ്ഞാറ് മൺസൂണിന്റെ കാലഘട്ടം ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ്. ഇനി നമുക്ക് വടക്ക് കിഴക്കൻ മൺസൂൺ എങ്ങനെയാണെന്ന് നോക്കാം. എങ്ങനെയായിരിക്കും? സൂര്യന്റെ ദക്ഷിണാർദ്ധ ഗോളത്തിലേക്കുള്ള അയനം മൂലം ഉത്തരേന്ത്യൻ സമതലത്തിൽ നിലനിന്നിരുന്ന ന്യൂനമർദ്ദ മേഖല എവിടേക്ക് വരികയാണ്? ക്രമേണ തെക്കോട്ട് പിൻവാങ്ങുകയാണ് അല്ലെ? എങ്ങനെയാണ്? ദക്ഷിണാർദ്ധ ഗോളത്തിലേക്ക് അല്ലെ? അങ്ങനെ മൺസൂണിന്റെ പിൻവാങ്ങൽ കാലം എന്ന് വിശേഷിപ്പിക്കുന്നു. വടക്ക് കിഴക്കൻ മൺസൂൺ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. മൺസൂണിന്റെ പിൻവാങ്ങൽ കാലം ഏതു പേരിൽ അറിയപ്പെടുന്നു എന്ന് ചോദിക്കാറുണ്ട്. പ്രീവിയസ് ആണ്. വടക്ക് കിഴക്കൻ മൺസൂൺ കാലം എന്നാണ് പറയുന്നത് കേട്ടോ. അതിന് നമ്മളിങ്ങനെ ഇരുന്ന് വായിക്കണ്ട, ഇതിൽ നിന്ന് എടുത്ത് പോയിന്റുകൾ പറഞ്ഞുതരാം കേട്ടോ. മൺസൂണിന്റെ പിൻവാങ്ങൽ കാലം എന്നറിയപ്പെടുന്ന മൺസൂൺ കാലം ഏതാണ്? വടക്ക് കിഴക്കൻ മൺസൂൺ കാലമാണ് കേട്ടോ. ഇത് എങ്ങോട്ടാണ് ഈ വടക്ക് കിഴക്കൻ മൺസൂൺ അനുഭവപ്പെടുന്ന സമയത്ത്? സൂര്യൻ എവിടേക്കായിരിക്കും? ദക്ഷിണാർദ്ധഗോളത്തിലേക്കുള്ള അയനം മൂലമാണ് എന്ത് ചെയ്യുന്ന ന്യൂനമർദ്ദ മേഖല എങ്ങോട്ടേക്കായിരിക്കും വരിക? തെക്കോട്ടായിരിക്കും വരിക. അത് പഠിച്ചു വെക്കണം. ഉത്തരേന്ത്യൻ സമതല പ്രദേശത്ത് ഉച്ചമർദ്ദ മേഖല രൂപപ്പെടുകയും ഇവിടെ നിന്ന് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് കാറ്റ് വീശുകയും ചെയ്യുന്നു. ഈർപ്പരഹിതമായ ഈ കാറ്റ് വടക്ക് കിഴക്ക് ദിശയിൽ നിന്ന് ആയതിനാലാണ് ഈ കാലത്തെ വടക്ക് കിഴക്കൻ മൺസൂൺ കാലം എന്ന് അറിയപ്പെടുന്നത്. ഇപ്പൊ നമുക്കറിയാം അല്ലെ, ഇപ്പൊ ഇങ്ങനെ ഇത് തെക്ക് പടിഞ്ഞാറ് മൺസൂൺ കാലം അല്ലെ, ഇങ്ങനെ പോയിട്ട് എന്ത് ചെയ്യും? വരയില് എന്താണ് എക്സ്പേർട്ട് ആണ്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോ ഇതിപ്പോ എവിടെയാണ് നമുക്ക് അറിയാം ഇന്ത്യൻ മഹാസമുദ്രം കിടക്കുന്നത് അല്ലെ. അപ്പോൾ ഈ വടക്ക് കിഴക്കൻ മൺസൂൺ കാലം എങ്ങനെയാണ് അനുഭവപ്പെടുന്നത്? എങ്ങനെയായിരിക്കുമ്പോ ദക്ഷിണാർദ്ധ ഗോളത്തിലേക്കായിരിക്കും എന്ത് ചെയ്യുന്നത്? ന്യൂനമർദ്ദ മേഖല പിൻവാങ്ങുന്നത് അല്ലെ. ഇവിടെയാണ് ദക്ഷിണാർദ്ധ ഗോളം എന്ന് പറയുന്നത് അല്ലെ. ഇവിടെയാണ് എന്ത് ചെയ്യുന്നത്? ഉത്തരാർദ്ധഗോളം. ഓക്കെ, അപ്പൊ ഈ ദക്ഷിണാർദ്ധഗോളത്തിലേക്ക് സൂര്യന്റെ അയനം മൂലം എന്ത് ചെയ്യാണ്? ന്യൂനമർദ്ദ മേഖല തെക്കോട്ട് പിൻവാങ്ങുകയും അങ്ങനെ ഇതിനെ എന്ത് ചെയ്യാണ്? വടക്ക് കിഴക്കൻ മൺസൂൺ എന്ന പേരില് ഇത് അറിയപ്പെടുകയും ചെയ്യാണ് കേട്ടോ. അപ്പൊ അതായത് ഈ വടക്ക് കിഴക്കൻ മൺസൂൺ എന്ന് അറിയപ്പെടാൻ കാരണം എന്താണ്? നമ്മുടെ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് കാറ്റ് എന്ത് ചെയ്യാണ്? ഈർപ്പരഹിതമായ കാറ്റ് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് വീശുന്ന സമയത്ത് ഈ കാറ്റ് എന്ത് ചെയ്യണേ? വടക്ക് കിഴക്ക് ദിശയിൽ നിന്നാണ് എവിടേക്ക് കാറ്റ് വീശുന്നത്? ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് വീശുന്നത്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ മൺസൂൺ കാലത്തെ വടക്ക് കിഴക്കൻ മൺസൂൺ കാലം എന്ന് അറിയപ്പെടുന്നത് കേട്ടോ. അപ്പൊ ഈ സമയത്ത് എങ്ങനെയായിരിക്കും? വരണ്ട കാലാവസ്ഥ അനുഭവപ്പെടുന്ന ഈ കാലയളവില് ഉയർന്ന അന്തരീക്ഷ ആർദ്രതയും ഉയർന്ന താപനിലയും ദിനാവസ്ഥയെ കൂടുതൽ ദുസ്സഹമാക്കുന്നു. ഈ പ്രതിഭാസത്തെ ഒക്ടോബർ ചൂട് എന്നാണ് അറിയപ്പെടുന്നത്. ഒക്ടോബർ ചൂട്. ഇപ്പൊ ജൂൺ മുതൽ സെപ്റ്റംബർ വരെ നമ്മൾ പറഞ്ഞു തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ആണെന്ന് പറഞ്ഞു അല്ലെ. അത് കഴിഞ്ഞ് സെപ്റ്റംബർ കഴിഞ്ഞ ഒക്ടോബറിൽ തുടങ്ങും ഏത്? വടക്ക് കിഴക്കൻ മൺസൂൺ കാലം. അപ്പൊ ധാരാളം തെക്കു പടിഞ്ഞാറൻ മൺസൂണിന്റെ അത്ര മഴ ലഭിക്കുമോ വടക്ക് കിഴക്കനിൽ? ഇല്ല, ലഭിക്കില്ല അല്ലെ. അപ്പൊ അതുകൊണ്ട് എന്താണ്? ആ സമയത്തുള്ള കാലാവസ്ഥയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒക്ടോബർ ചൂട് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഇനി നമുക്ക് തെക്കു പടിഞ്ഞാറ് മൺസൂൺ എങ്ങനെയാണ്, വടക്ക് കിഴക്കൻ മൺസൂൺ എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് ഇതൊക്കെ നമുക്ക് ഇതിങ്ങനെ ഞാൻ ടൈപ്പ് ചെയ്യാന്ന് വിചാരിച്ചതാണ്. പക്ഷെ എന്താണെന്ന് അറിയാം, ഇത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലായില്ല. വെറുതെ ഇങ്ങനെ ഇരുന്ന് വായിക്കാന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഇത് ജസ്റ്റ് ഒന്ന് വായിച്ചു വിടേണ്ട അത്രേ ഉള്ളൂ. അപ്പൊ നമുക്കത് കേട്ടിന്റെ ആവശ്യമില്ല. ഞാൻ ടൈപ്പ് ചെയ്ത് കേട്ടിട്ടൊക്കെ നിങ്ങൾക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ ഉത്തരപർവ്വത മേഖലയൊക്കെ എന്താണ്, എല്ലാം വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അല്ലെ. അതേപോലെ ഉത്തര മഹാസമുദ്രത്തെ കുറിച്ചിട്ട് ഫസ്റ്റ് ക്ലാസ് രണ്ടാമത്തെ ക്ലാസ് ഒക്കെ ടൈപ്പ് ചെയ്തിട്ട് തന്നെ വൃത്തിയായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു വിടേണ്ടതേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് മനസ്സിലാക്കുക കേട്ടോ. ഇനി ഉത്തരേന്ത്യൻ സമുദ്രങ്ങളിൽ എങ്ങനെയാണ് നൈസർഗിക സസ്യജാലങ്ങൾ എന്ന് നോക്കാം അല്ലെ. ഈ നൈസർഗിക സസ്യജാലങ്ങൾ എന്ന് പറയുമ്പോൾ ഇപ്പൊ നോക്കൂ, ഈ പിക്ചർ കൊടുത്തിട്ടുണ്ട് അല്ലെ. അപ്പൊ ധാരാളം സസ്യങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ മനുഷ്യന്റെ കൈകടത്തൽ ഉണ്ടാകില്ല അല്ലെ. മനുഷ്യന്റെ കൈ കടത്തി കഴിഞ്ഞാൽ നമുക്കറിയാം അവിടെ എന്താണ്, ഒന്നും ഉണ്ടാവില്ല അല്ലെ. മരങ്ങളെ വെട്ടി മുറിച്ചിട്ടാണെങ്കിലും സസ്യങ്ങളെയൊക്കെ നശിപ്പിക്കും അല്ലെ. അപ്പോ
എന്താണ് നമ്മുടെ ഉത്തരമഹാസമുദ്രത്തിന്റെ വൈവിധ്യം? ഭൂപ്രകൃതിയിലും കാലാവസ്ഥ, മണ്ണിന്റെ സ്വഭാവം എന്നീ ഘടകങ്ങളാണ് നൈസർഗിക സസ്യജാലങ്ങളിലെ വൈവിധ്യത്തിന് കാരണം അല്ലേ? നല്ല ഭൂപ്രകൃതിയായിരിക്കണം, നല്ല കാലാവസ്ഥ അവിടെ അനുഭവപ്പെടും, മണ്ണിന്റെ സ്വഭാവം നല്ല, അതായത് സസ്യങ്ങൾക്ക് അനുകൂലമായിട്ടായിരിക്കും അല്ലേ? അതുകൊണ്ടാണ് ഈ സസ്യങ്ങളെ എന്ത് പേരിൽ അറിയപ്പെടുന്നത്? നൈസർഗിക സസ്യജാലങ്ങൾ എന്ന് പറയുന്നത് അല്ലേ? മനുഷ്യന്റെ ഇടപെടലുകൾ ഇല്ലാതെ ദീർഘകാലം ഒരു പ്രദേശത്തെ മണ്ണിനെയും കാലാവസ്ഥയും ഒക്കെ അനുകൂല ഘടകങ്ങളാക്കി വളരുന്ന സസ്യങ്ങളാണ് നൈസർഗിക സസ്യ. മനുഷ്യന്റെ അവിടെ ഇടപെടലില്ല, അവിടെ നല്ല കാലാവസ്ഥയായിരിക്കും, നല്ല മണ്ണായിരിക്കും, നല്ല ഭൂപ്രകൃതിയായിരിക്കും. അപ്പൊ ആ സസ്യങ്ങൾക്ക് വളരാനുള്ള എല്ലാ അനുകൂല ഘടകങ്ങളും അവിടെ ഉള്ളത് കൊണ്ട് ആ സസ്യങ്ങളെ പറയുന്ന പേരാണ് നൈസർഗിക സസ്യജാലങ്ങൾ. ഇത്രയേ ഉള്ളൂ ഇവിടെ പഠിക്കാൻ ട്ടോ. ഇനി നമ്മുടെ ഉത്തരമഹാസമതലത്തില് 3 തരത്തിലുള്ള വനങ്ങൾ കാണാൻ കഴിയും. 1 ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങളും, 2 ഉഷ്ണമേഖല മുൾക്കാടുകളും, 3 ചതുപ്പ് നില വനങ്ങളും ട്ടോ. ഇത് പഠിക്കണം. ഉത്തരമഹാസമുദ്രത്തില് 3 തരം വനങ്ങളുണ്ട്. ഉഷ്ണമേഖല ഇലപൊഴിയും വനം, ഉഷ്ണമേഖല മുൾക്കാട്, ചതുപ്പ് നില വനങ്ങൾ. ഇനി നമുക്ക് ഇതെന്താണ്, ഇതെന്താണെന്ന് നോക്കാം. അപ്പൊ ഒന്നാമത്തെ നോക്കൂ, ഇതൊന്ന് നോക്കാലോ. ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങളെ 2 ആയിട്ട് തരംതിരിക്കാം. ഉഷ്ണമേഖല വനങ്ങൾ 2 തരമുണ്ട്. ഒന്ന് വരണ്ട ഇലപൊഴിയും കാടുകളും, പിന്നെ ആർദ്ര ഇലപൊഴിയും കാടുകൾ. ഒന്ന് എന്താണ്? വരണ്ട ഇലപൊഴിയും കാട്. 2 ആർദ്ര ഇലപൊഴിയും കാട്. അപ്പൊ നമുക്ക് ഓരോന്നും നോക്കാം. എന്താണ് വരണ്ട ഇലപൊഴിയും കാട്, എന്താണ് ആർദ്ര ഇലപൊഴിയും കാട്? 70 സെന്റിമീറ്റർ, ഒന്ന് പഠിച്ചോ. 70 സെന്റിമീറ്ററിനും 100 സെന്റിമീറ്ററിനും ഇടയിൽ വാർഷിക മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിലാണ് ഇലപൊഴിയും കാടുകൾ, ഏത്? വരണ്ട ഇലപൊഴിയും കാടുകൾ കാണുന്നത്. വരണ്ട ഇലപൊഴിയും കാടുകൾ 70 സെന്റിമീറ്ററും 100 സെന്റിമീറ്ററിനും ഇടയിലായിരിക്കും ഇവിടെ വാർഷിക മഴ. വരണ്ട എന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇലപൊഴിയും കാടുകൾ കാണുന്നത്. വരണ്ട അന്തരീക്ഷ സ്ഥിതിയിൽ ഏകദേശം 6 മുതൽ 8 ആഴ്ച വരെ ഈ സസ്യങ്ങളെ ഇല പൊഴിക്കുന്നു. ഉത്തർപ്രദേശിലെ സമതലങ്ങളിലും ബീഹാറിലും വരണ്ട ഇലപൊഴിയും വനങ്ങൾ കാണപ്പെടുന്നു. അപ്പൊ നമ്മുടെ ഉത്തരമഹാസമതലത്തില് 3 തരം വനങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. ഉഷ്ണമേഖല ഇലപൊഴിയും വനം, ഉഷ്ണമേഖല മുൾക്കാട്, ചതുപ്പ് നില വനം. അപ്പൊ നമ്മൾ ഇപ്പൊ പഠിക്കുന്നത് ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങളാണ്. ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങൾ 2 തരമുണ്ട്. ഒന്ന് വരണ്ട ഇലപൊഴിയും കാടുകളും ആർദ്ര ഇലപൊഴിയും കാടുകള്. അതിൽ വരണ്ട ഇലപൊഴിയും കാട് പറയുമ്പോൾ 70 മുതൽ 100 സെന്റിമീറ്റർ വരെ മാത്രമാണ്, ഇടയിൽ മാത്രമേ അവിടെ മഴ ലഭിക്കുന്നുള്ളൂ. പിന്നെ 6 ആഴ്ച മുതൽ 8 ആഴ്ച വരെ ഇതിലെ ഇലകൾ കൊഴിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ ഉത്തർപ്രദേശിലും ബീഹാറിലും ഒക്കെയാണ് വരണ്ട ഇലപൊഴിയും വനങ്ങൾ കാണപ്പെടുന്നത്. അതൊന്ന് പഠിച്ചു വെച്ചോ. ഇത് വരണ്ട ഇലപൊഴിയും കാട്. ഇനി നമുക്ക് ആർദ്ര ഇലപൊഴിയും കാടുകളെ കുറിച്ച് പഠിക്കാം. മഴ കൂടുതലാണ്, ആർദ്രമാണ്, അവിടെ കൂടുതൽ മഴയുണ്ടാവും. വരണ്ട എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അവിടെ അധികം കൂടുതൽ കാലമൊന്നും സസ്യങ്ങൾ വളരണില്ല എന്നുള്ളത് മനസ്സിലാക്കാം. അതുകൊണ്ടാണ് ഇവിടെ 70 സെന്റിമീറ്ററും 100 സെന്റിമീറ്ററും വന്നത്. നോക്കൂ, 100 സെന്റിമീറ്ററിനും 200 സെന്റിമീറ്ററിനും ഇടയിൽ വാർഷിക മഴ ലഭിക്കുന്ന ടെറായി ബാബർ മേഖല ഉൾപ്പെടുന്ന സിവാലിക് താഴ്വര, ഒഡീഷയിലെയും പശ്ചിമ ബംഗാളിലെയും ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിലാണ് ആർദ്ര ഇലപൊഴിയും കാടുകൾ കാണപ്പെടുന്നത്. നമ്മൾ വരണ്ട ഇലപൊഴിയും കാടുകൾ കാണപ്പെടുന്നത് എവിടേക്കാണ് പറഞ്ഞത്? ഉത്തർപ്രദേശിലും ബീഹാറിലും പറഞ്ഞു. എങ്കിൽ ആർദ്ര ഇലപൊഴിയും കാടുകൾ എവിടെയൊക്കെ കാണപ്പെടും? ടെറായി ബാബർ മേഖല ഉൾപ്പെടുന്ന സിവാലിക് താഴ്വരയിലും ഒഡീഷയിലും പശ്ചിമ ബംഗാളിലെ ചില ഭാഗങ്ങളിലൊക്കെയാണ് ആർദ്ര ഇലപൊഴിയും കാടുകൾ കാണപ്പെടുന്നത്. രണ്ടാമത്തെയും പഠിച്ചല്ലോ. ഇനി തേക്ക്, സാല്, ശിശാം, മഹുവ, നെല്ലി, ചന്ദനം എന്നിവ ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങളിൽ കാണപ്പെടുന്ന ചില സസ്യവർഗങ്ങളാണ്. ഈ ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങളിൽ കാണപ്പെടുന്ന വനങ്ങൾ ഏതൊക്കെയാണ്? തേക്ക്, സാല്, ശിശാം, മഹുവ, നെല്ലി, ചന്ദനം. ഉത്തരേന്ത്യൻ സമുദ്രങ്ങളിൽ താരതമ്യേന മഴ കൂടുതൽ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ തേക്കും മറ്റു വൃക്ഷങ്ങളും അവയ്ക്കിടയിൽ പുൽമേടുകളും ഒക്കെ കാണപ്പെടുന്നുണ്ട്. ഓക്കെ. ഇനി മഴ കുറവും കന്നുകാലി മേക്കലിന്റെ വർധനവും കാരണം ഉത്തരേന്ത്യൻ സമതലത്തിന്റെ പടിഞ്ഞാറ് ഭാഗങ്ങളിൽ സസ്യജാലങ്ങൾ വളരെ ശുഷ്കമാണ്. പടിഞ്ഞാറ് ഭാഗത്ത് എപ്പോഴും നമുക്കറിയാം അല്ലെ, കിഴക്കൻ സമതലങ്ങളെ അപേക്ഷിച്ചിട്ടൊക്കെ എന്താണ്, പടിഞ്ഞാറ് ഭാഗത്ത് മഴ കുറവാണ് അല്ലെ. അതുപോലെ കന്നുകാലികൾ മേക്കൽ കൂടുതലാണ്. അപ്പൊ കൂടുതൽ സസ്യങ്ങളൊന്നും വളരില്ല അല്ലെ. ഒക്കെ എന്താണ്, സസ്യജാലങ്ങൾ അവിടെ വളരെ ശുഷ്കമാണ്. തെക്കു പടിഞ്ഞാറൻ പഞ്ചാബിലെ അർദ്ധവരണ്ട പ്രദേശങ്ങളിലും ഹരിയാന, രാജസ്ഥാൻ എന്നിവിടങ്ങളിലും ഉഷ്ണമേഖല മുൾക്കാടുകൾ കാണപ്പെടും. കാണപ്പെടാറുണ്ട്.
അപ്പൊ നമ്മൾ രണ്ടാമത്തെ പഠിക്കുകയാണ്. ഉഷ്ണമേഖല മുൾക്കാടുകളെ കുറിച്ചിട്ടാണ് ഇതിൽ പറയുന്നത്. അപ്പൊ ഉഷ്ണമേഖല മുൾക്കാട് ഉഷ്ണമേഖല. അപ്പൊ തന്നെ നമുക്കറിയാം അവിടെ ധാരാളം സസ്യങ്ങൾ ഉണ്ടാകില്ല എന്ന് വാക്ക് അല്ലെ. ആ വാക്കിൽ തന്നെ ഉണ്ട് നോക്കൂ, ഉഷ്ണമേഖല. പിന്നെ മുൾക്കാട് എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലായില്ലേ, പടിഞ്ഞാറൻ പ്രദേശങ്ങളിലാണ് ഈ ഉഷ്ണമേഖല മുൾക്കാടുകൾ കാണപ്പെടുന്നത്. കണ്ടോ, നോക്കൂ പിക്ചർ നോക്കിക്കേ. ഉഷ്ണമേഖല വരണ്ട ഇലപൊഴിയും കാടുകൾ കൊടുത്തിരിക്കുന്നത് കണ്ടോ, നേരത്തെ നമ്മൾ പറഞ്ഞത്. ഈ ഉഷ്ണമേഖല മുൾക്കാടുകൾ നോക്കൂ, എന്തെങ്കിലും ഉണ്ടോ? ഇല്ല അല്ലെ. അപ്പോ അത് ഹരിയാനയിലും രാജസ്ഥാൻ എന്നിവിടങ്ങളിലൊക്കെയാണ് ഇത് കാണപ്പെടുന്നത്. വൈവിധ്യമാർന്ന പുല്ലുകള് കുറ്റിച്ചെടികളൊക്കെ നിറഞ്ഞതാണ് ഉഷ്ണമേഖല. ഇത് മുൾക്കാടുകൾ. ബാബുൽ, ബെർ, വന്യ ഈന്തപ്പനകൾ, ഗൈർ, വേപ്പ്, കെജ്രി, പലാസ് തുടങ്ങിയവയാണ് പ്രധാനപ്പെട്ട സസ്യവർഗങ്ങൾ. അങ്ങനെ ചോദിച്ചാൽ നമ്മൾ പെട്ടു അല്ലേ, നമ്മൾ പെടും. എന്താണ് ഉഷ്ണമേഖല മുൾക്കാടുകളിൽ വരുന്ന സസ്യങ്ങളിൽ താഴെ പറയുന്നതിൽ ഇതാണ് എന്ന് ചോദിക്കാൻ വഴിയില്ല. ഓക്കെ, അങ്ങനെ ഏതൊക്കെയാണ്? ബാബുൽ, ബെർ, വന്യ ഈന്തപ്പന, ഗൈർ, വേപ്പ്, കെജ്രി, പലാസ് തുടങ്ങിയവയാണ് പ്രധാനപ്പെട്ട സസ്യവർഗങ്ങൾ. 2 മീറ്റർ ഉയരത്തിൽ വളരുന്ന ടസോക്കി എന്ന പുല്ല് വിഭാഗങ്ങളും അടിക്കാടായി ചിലയിടങ്ങളിൽ കാണപ്പെടുന്നു. ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോട്ടാ. ഇത് ഒന്ന് നോട്ട് ചെയ്തോ, മറ്റു മരങ്ങൾ നോക്കണ്ട. ടസോക്കി എന്ന പുല്ല് വിഭാഗങ്ങൾ കാണപ്പെടുന്നത്. ഓക്കെ, അത് ടസോക്കി എന്ന പുല്ല് വിഭാഗങ്ങളിൽ കാണപ്പെടുന്ന വനവിഭാഗങ്ങളിൽ പെടുന്ന ഏത് ചോദിച്ചിട്ട് ചിലപ്പോൾ ഉഷ്ണമേഖല വരണ്ട ഇലപൊഴിയും കാട്, ഉഷ്ണമേഖല മുൾക്കാട് എന്നൊക്കെ ചെയ്തിട്ട് ഉഷ്ണമേഖല മുൾക്കാടുകളിൽ വരുന്നതാണ് ടസോക്കി എന്ന പുല്ല് വിഭാഗം. ടസോക്കി പഠിച്ചോ. ഇനി ചതുപ്പ് നിലവനങ്ങൾ നോക്കൂ. ചതുപ്പ് നിലം നല്ല ധാരാളം പച്ചപ്പ് നിറഞ്ഞു നിൽക്കുന്നുണ്ട് അല്ലെ. രാജസ്ഥാനിലെ വിശാലമായ ഉപ്പുപാടങ്ങൾ, ശുദ്ധജല തടാകങ്ങൾ, ഗംഗാ സമതലത്തിലെ ശുദ്ധജല ചതുപ്പുകൾ, ബ്രഹ്മപുത്ര നദിയുടെ പ്രളയ സമതലങ്ങൾ, സുന്ദർബൻ ഡെൽറ്റ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന സ്വാഭാവിക സസ്യജാലങ്ങളാണ് എന്ത് ചതുപ്പ് നിലവനങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. എവിടെയൊക്കെയാണ്? രാജസ്ഥാനിലെ വിശാലമായ ഉപ്പുപാടങ്ങളിലും ശുദ്ധജല തടാകങ്ങളിലും ഗംഗാ സമതലത്തിലെ ശുദ്ധജല ചതുപ്പുകളിലും ബ്രഹ്മപുത്ര നദിയുടെ പ്രളയ സമതലങ്ങളിലും സുന്ദർബൻ ഡെൽറ്റ പ്രദേശത്തും എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന സ്വാഭാവിക സസ്യജാലങ്ങളാണ് ചതുപ്പ് നിലവനങ്ങൾ, സ്വാംപ് ഫോറസ്റ്റ്. പശ്ചിമ ബംഗാളിൽ ഗംഗാ സമതലത്തിന്റെ ചതുപ്പ് നിറഞ്ഞ അതിവിശാലമായ ഡെൽറ്റ പ്രദേശമാണ് സുന്ദർബൻ. ഇങ്ങനെ ഒരു ചതുപ്പ് നിലമായിട്ട് വളരുന്ന പശ്ചിമ ബംഗാളിലെ ഗംഗാ സമതലത്തിന്റെ ചതുപ്പ് നിറഞ്ഞ വിശാലമായ പ്രദേശത്തെയാണ് നമ്മൾ സുന്ദർബൻ ഡെൽറ്റ, പശ്ചിമ ബംഗാൾ, സുന്ദരി വനങ്ങൾ വളരുന്നു എന്നൊക്കെ നമ്മൾ പഠിക്കാറുണ്ട് അല്ലെ. അങ്ങനെ ഇവിടെ നിബിഡമായി കാണപ്പെടുന്ന സ്വാഭാവിക സസ്യജാലങ്ങളാണ് കണ്ടൽക്കാടുകൾ. അങ്ങനെ പശ്ചിമ ബംഗാളിൽ കാണപ്പെടുന്ന ഈ ചതുപ്പ് നില വനങ്ങൾ നിറഞ്ഞ കണ്ടൽക്കാടുകളെയാണ് സുന്ദർബൻ ഡെൽറ്റ എന്ന് പറയുന്നത്. റോയൽ ബംഗാൾ കടുവകളുടെ സങ്കേതം കൂടിയിട്ടാണ്. ഇതൊക്കെ ചോദിച്ചതാണ്. ഇത് പ്രീവിയസ് ആണ്. റോയൽ ബംഗാൾ കടുവകളുടെ സങ്കേതമാണ് സുന്ദർബൻ. മത്സ്യങ്ങൾ ഉൾപ്പെടെ നിരവധി ജലജീവി ജന്തുക്കൾക്ക് കണ്ടൽ സസ്യങ്ങളുടെ വേരുകള് സജീവ ആവാസ വ്യവസ്ഥ ചെയ്യുന്നു. നോക്കൂ, വൈവിധ്യമാർന്ന പക്ഷികളുടെ അഭയകേന്ദ്രം കൂടിയിട്ടാണ് ഈ കണ്ടൽക്കാട്. ഇത് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സുന്ദരി എന്ന ഇനം കണ്ടൽ ചെടികൾ എവിടെയാണ് കാണപ്പെടുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്. പശ്ചിമ ബംഗാളിലാണ്. സുന്ദർബൻ ഡെൽറ്റയുടെ ഒരു പ്രത്യേകത ആണത് കേട്ടോ. പിക്ചർ നോക്കിക്കോ. സുന്ദർബൻ ഡെൽറ്റ പ്രദേശവും സുന്ദർബൻ ഡെൽറ്റ പ്രദേശത്തിന്റെ ഉപഗ്രഹ ചിത്രം കണ്ടോ. അതുപോലെ സുന്ദരി കണ്ടൽ, ഇതാണ് ചെടികൾ, സുന്ദരി വനം. ഇനി ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ മണ്ണിനങ്ങളാണ്. ഇതിൽ പ്രത്യേകിച്ച് പഠിക്കാനൊന്നുമില്ല. നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. കാഥർ, ബങ്കർ മണ്ണിനങ്ങൾ, എക്കൽ മണ്ണിനങ്ങളിൽ രൂപം കൊണ്ടിട്ടുള്ള കാഥർ, ബങ്കർ മണ്ണിനങ്ങളൊക്കെ ധാരാളമായിട്ട് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ കാണപ്പെടുന്നുണ്ട്. ഇത്രയും വെറുതെ ഇതൊക്കെയാണ് പറയുന്നത്. പിന്നെ ലവണ മണ്ണുകളും ഡെൽറ്റ പ്രദേശങ്ങളിലൊക്കെ ഏത് മണ്ണ് കാണപ്പെടുന്നു? ലവണ മണ്ണ്. സുന്ദർബൻ ഡെൽറ്റ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന മണ്ണ് ഏതാന്ന് ചോദിച്ചാൽ ലവണ മണ്ണാണ് കേട്ടോ. ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. പിന്നെ രാജസ്ഥാൻ മരുഭൂമിയിലൊക്കെ നമുക്കറിയാം വരണ്ട മണ്ണാണ് അല്ലേ. അത് മനസ്സിലാക്കാൻ കഴിയും. ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇതിൽ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ കൃഷിക്കേറെ അനുയോജ്യമായ മണ്ണാണ് ഏത്? എക്കൽ മണ്ണ്. ആ എക്കൽ മണ്ണിൽ തന്നെയാണ് കാഥറും ബങ്കർ അല്ലെ. പഴയ എക്കൽ മണ്ണ് ബങ്കർ എന്നും പുതിയ എക്കൽ മണ്ണ് കാഥർ എന്നും അറിയപ്പെടുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ട് ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടാൽ മതി. അത്രയേ ഉള്ളൂ കേട്ടോ. അതില് ഇനി എങ്ങനെയാണ് ഉത്തരമഹാസമതലത്തിലെ ജനജീവിതം? ഫലഭൂയിഷ്ടമായ എക്കൽ മണ്ണ്, നിരപ്പാർന്ന ഭൂപ്രകൃതി, എപ്പോഴും നീരൊഴുക്കുള്ള നദി, അനുയോജ്യമായ കാലാവസ്ഥ തുടങ്ങിയവ ഉത്തരമഹാസമതലത്തിന്റെ സവിശേഷതയാണ് അല്ലെ. നമ്മുടെ രാജ്യത്തിന്റെ മൊത്തം ഭൂവിസ്തൃതിയുടെ 1/4 ഭാഗത്തിനും താഴെയാണ് ഉത്തരേന്ത്യൻ സമതലത്തിന്റെ വിസ്തീർണം. 1/4 ഭാഗത്തിനും താഴെയാണെന്നാണ് ഉത്തരമഹാസമതലത്തിന്റെ വിസ്തീർണം. എന്നാൽ ഈ മഹാസമതലമാണ് ഇന്ത്യയുടെ മൊത്തം ജനസംഖ്യയുടെ പകുതിയിലേറെയും ഉൾക്കൊള്ളുന്നത്. പഠിച്ചോട്ടാ. ഇന്ത്യയുടെ
മൊത്തം ജനസംഖ്യയുടെ പകുതിയിലേറെയും ഉൾക്കൊള്ളുന്നത്. കാർഷിക മേഖലയെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ പടുത്തുയർത്തുന്നതിൽ നിർണായക പങ്കാണ് ഉത്തര മഹാസമതലങ്ങൾക്ക് ഉള്ളത്. ഉത്തര മഹാസമതലങ്ങൾക്ക് എന്താണ്? ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ പടുത്തുയർത്തുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നത് ഏത് ഭാഗമാണ്? ഭൂവിഭാഗം ഏതെന്ന് ചോദിച്ചാൽ ഉത്തര മഹാസമതലമാണ്. ഗോതമ്പ്, നെല്ല്, ചണം, കരിമ്പ് തുടങ്ങിയ വ്യത്യസ്ത വിളകൾ വ്യാപകമായി കൃഷി ചെയ്യപ്പെടുന്നു. ജലസേനത്തിന്റെ സഹായത്തോടെ അതിവിപുലമായ കൃഷിരീതി. എന്തുകൊണ്ടാണ് ഇവിടെ കൃഷിരീതി നല്ല രീതിയിൽ ഉത്തര മഹാസമതലത്തിൽ പോകുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞു, ഫലഭൂയിഷ്ഠമായ എക്കൽ മണ്ണും നിരപ്പാർന്ന ഭൂപ്രകൃതിയും എപ്പോഴും നീരൊഴുക്കുള്ള നദികളും അനുയോജ്യമായ കാലാവസ്ഥയും ഒക്കെ ഉണ്ട്. അനുകൂലമായ എല്ലാ ഘടകങ്ങളും ഉണ്ടാകുമ്പോൾ അവിടെ ധാരാളം കൃഷി ചെയ്യപ്പെടും അല്ലേ? അതുകൊണ്ടാണ് നമ്മുടെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ നിയന്ത്രിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നുണ്ട് ആര്? ഉത്തര മഹാസമതലം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ മഹാസമതലത്തെ ഇന്ത്യയുടെ ധാന്യപ്പുരയാക്കി മാറ്റില്ലേ? അപ്പൊ ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന ഭൂവിഭാഗം ഏതാണ്? പ്രീവിയസ് ക്വസ്റ്റ്യൻ, ഉത്തര മഹാസമതലം. താർ മരുഭൂമി ഒഴികെയുള്ള സമതലത്തിന്റെ മുഴുവൻ ഭാഗങ്ങളിലും റോഡുകളുടെയും റെയിൽപാതകളുടെയും അതിവിപുലമായിട്ടുള്ള ശൃംഖലയുണ്ട്. വ്യവസായവൽക്കരണത്തിലേക്കും നഗരവൽക്കരണത്തിലേക്കും ഒക്കെ ഈ പ്രദേശത്തിന് എന്ത് ചെയ്തു? ഈ റോഡ് ഗതാഗതം കൊണ്ട് ഉപയോഗമുണ്ടായി. ഖാരിഫ്, റാബി, സെയ്ദ് എന്നിങ്ങനെ 3 വ്യത്യസ്ത കാർഷിക കാലങ്ങളാണ് ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ വിവിധ വിളകളൊക്കെ കൃഷി ചെയ്യുന്നത്. തെക്കു പടിഞ്ഞാറ് മാൺസൂൺ കാലത്തിനോടടുത്ത് ഏതാണ്? ഖാരിഫ്. ശൈത്യകാലത്തിന്റെ വരവോടെ റാബി. പിന്നെ വേനൽക്കാല കാർഷിക വിള സെയ്ദ്. നമുക്ക് നോക്കാം, ഇവിടെ കൊടുത്തിട്ടുണ്ട് കാർഷിക കാലങ്ങളും പ്രധാന വിളകളും. ഖാരിഫ് വിള വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ഒരു PSC എക്സാമിനും ചോദിക്കാത്ത ക്വസ്റ്റ്യൻസ് ഇല്ല കേട്ടോ. അതിൽ ഖാരിഫ് ജൂൺ മുതൽ സെപ്റ്റംബർ വരെ, അതായത് ഖാരിഫ് വിള പറയുമ്പോൾ തെക്കു പടിഞ്ഞാറൻ മൺസൂണിനെ ആശ്രയിച്ചിട്ടാണ്. ഉഷ്ണമേഖലാ വിളകളായ നെല്ല്, പരുത്തി, ചണം, ബജ്ര, തുവര എന്ന് ഖാരിഫ് വിളകളിൽ വരുന്നത്. റാബി ഒക്ടോബർ മുതൽ മാർച്ച് വരെ. മിതോഷ്ണ ഉപോഷ്ണ വിളകളായ ഗോതമ്പ്, പയറുവർഗ്ഗം, കടുക്, ബാർലി മുതലായവയാണ്. സെയ്ദോ വേനൽക്കാല കൃഷിയാണ്. പച്ചക്കറിയും കാലിത്തീറ്റ അല്ലെ, പച്ചക്കറി അതുപോലെ പഴങ്ങള്, കാലിത്തീറ്റ മുതലായവ. കാലിത്തീറ്റ എന്നൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ കേട്ടോ, വരും. കാലിത്തീറ്റ മുതലായവയൊക്കെ സെയ്ദ് വിളകൾക്ക് ഉദാഹരണമാണ്. ഇനി ഉത്തര മഹാസമതലം എന്ന ഈ ഭൂപ്രകൃതി വിഭാഗത്തിന്റെ വ്യാപ്തി, അതിന്റെ കിടപ്പ്, അത് രൂപം കൊണ്ട പ്രകൃതിയെ കുറിച്ചിട്ടൊക്കെ നമ്മളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞു അല്ലെ? കാർഷിക സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലായിട്ട് ഇത് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ രാജ്യത്തിന്റെ കാർഷിക സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല ഏതാണ്? ഉത്തര മഹാസമതലമാണ്. പിന്നെ സമതലമേകുന്ന സഞ്ചാര വിനിമയ സൗകര്യങ്ങൾ സഹസ്രാബ്ദങ്ങൾ മുമ്പും ഒന്നും വേണ്ട കേട്ടോ, കൊടുത്തുന്നേ ഉള്ളൂ ഞാൻ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചത് നമ്മുടെ ഉത്തര മഹാസമുദ്രത്തിലെ തെക്ക് പടിഞ്ഞാറ് മൺസൂൺ കാലാവസ്ഥയെ കുറിച്ചിട്ടും വടക്ക് കിഴക്കൻ മൺസൂണിനെ കുറിച്ചിട്ടും നമ്മുടെ ഈ ഉത്തര മഹാസമുദ്രത്തിലെ മണ്ണിനങ്ങളായ ഗാദർ, ബങ്കർ, എക്കൽ മണ്ണിന്റെ അതിനെ കുറിച്ചിട്ട്, പിന്നെ അവിടുത്തെ ജനജീവിതം എങ്ങനെയാണ്, അവിടുത്തെ ജനജീവിതം നമുക്കറിയാം കാർഷിക വ്യവസ്ഥയെ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത് അല്ലെ? അതേപോലെ അവിടുത്തെ ജനജീവിതം എന്താണെന്ന് നോക്കി, അവിടുത്തെ ഉള്ള നൈസർഗിക സസ്യജാലങ്ങളായിട്ടുള്ള ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകളും ഉഷ്ണമേഖല മുൾക്കാടുകളും ചതുപ്പ് നില വനങ്ങളെ കുറിച്ചിട്ട് നോക്കി, സുന്ദർബൻ ഡെൽറ്റകളെ കുറിച്ച് പരിചയപ്പെട്ടു. അങ്ങനെ ഈ ലെസൺ എന്തായി? ഇവിടെ കംപ്ലീറ്റ് ആയി കേട്ടോ. അപ്പൊ നമ്മൾ വിശാല സമതല ഭൂവിൽ എന്ന ലെസണും ഇവിടെ കംപ്ലീറ്റ് ആയി. ഇന്ത്യൻ ഉപഭൂഖണ്ഡം കഴിഞ്ഞു, ലോകത്തിന്റെ ഇത് ഞാൻ വേറൊരു ക്ലാസ്സിൽ ഈ ബുക്കുകൾ വായിച്ചിട്ട് ക്ലാസ് എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിൽ എന്താണ് ഒന്നും കൂടി നിങ്ങൾക്ക് എളുപ്പമാകട്ടെ എന്നിട്ടാണ് വീണ്ടും ഒന്നും കൂടി എടുത്തു തന്നത് കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത ലെസണുമായിട്ട് കാണാം. താങ്ക് യു. താഴെ കമന്റ് ചെയ്തിട്ട് പോകാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഓക്കെ, ബൈ.